ഹായ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ കഞ്ഞിവെള്ളം ചോറൂറ്റി കഴിഞ്ഞാൽ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. ഇത് കണ്ടാൽ ആരും കളയില്ല കേട്ടോ. അപ്പം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് കഞ്ഞിവെള്ളം. അപ്പം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം, ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം എടുക്കുക. അപ്പോൾ എത്രമാത്രം കഴുകാൻ ഉണ്ടോ അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം എടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ കഴുകാം കേട്ടോ. ഇതിപ്പം ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ, വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പരലുപ്പാണ്. പരലുപ്പ് അറിയാമല്ലോ. പരലുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡിഷ് വാഷോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. പരലുപ്പ് നല്ലൊരു സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം കൂടെ ചേരുമ്പോഴത്തേനും നല്ല ഒരു ഇതാണ് കേട്ടോ. ഇനി അതിനകത്തോട്ട് നമുക്ക് 2-3 തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉജാല സാധാരണ നമ്മൾ തുണി കഴുകുമ്പോഴത്തേന് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, വെള്ള വസ്ത്രങ്ങൾക്കൊക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2-3 തുള്ളി ഉജാലയും കൂടെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് പരലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് 1 സ്പൂൺ അളവിൽ മതി കേട്ടോ. കാരണം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരുപാട് കഴുകി കാണിക്കുമ്പോഴത്തേന് വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അത് കുറച്ച് മാത്രമേ കാണിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഡിഷ് വാഷും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. കൈക്കൊക്കെ അലർജി, സോപ്പൊക്കെ തൊട്ട് അലർജി ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് ഇട്ട് സ്ക്രബ്ബറൊക്കെ പിടിക്കുമ്പോഴത്തേന് കൈയൊക്കെ പൊട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അതൊന്നും വേണ്ട. ഇതിനകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലത്തെ പ്ലേറ്റ്, നല്ല രീതിയിൽ അതിനകത്ത് പാടും അഴുക്കും എല്ലാം ഉള്ളൊരു പ്ലേറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് നമുക്ക് അതിനകത്തോട്ട് ഈ ഉജാല വെള്ളത്തിനകത്തോട്ട് വെറുതെ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ബ്രഷോ സ്ക്രബ്ബറോ ഡിഷ് വാഷോ ഒന്നും തന്നെ ഇല്ല കണ്ടോ. എന്നിട്ട് കഴുകിയെടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രമോ ഗ്ലാസ്സോ എന്ത് വേണേലും കഴുകാട്ടോ. അതിപ്പോൾ ഞാൻ അത്യാവശ്യം 2 പ്ലേറ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ഥിരം വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതും 2 ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ആക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ ഒരു വെണ്മ നല്ലൊരു ഇതാണ് കേട്ടോ. ഇനി ഞാനിന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതിനകത്തോട്ട് ആ പരലുപ്പും അതേപോലെ തന്നെ ഉജാലയും കഞ്ഞിവെള്ളവും, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കുന്നില്ല കണ്ടോ. കഴുകിയപ്പോൾ ആ ഒരു വെട്ടം കണ്ട. ഇനി ഞാൻ ഗ്ലാസ് കാണിച്ചു തരാം. അത് ഇതിനകത്തോട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അതിനകത്തുള്ള ആ കറയും ഇതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ആക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള ആ ഒരു മങ്ങലെല്ലാം പോയിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെയോ ഏത് പാത്രം വേണേലും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ടോയ്ലറ്റിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി. അതിനകത്തുള്ള കറയൊക്കെ അങ്ങ് പോയി കിട്ടും. അതുപോലെ വാഷ് ബേസിൻ, സിങ്ക് എല്ലായിടത്തും ഈ ഒരു വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതിപ്പം ഞാൻ ഗ്ലാസിൻ്റെ കളഞ്ഞതൊന്ന് കഴുകി കാണിച്ചതാണേ. കണ്ടോ, നല്ല രീതിയിൽ അതിനകത്തുള്ള ആ ഒരു ഇതൊക്കെ പോയിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം. ഇനി 2-3 സ്റ്റീലിൻ്റെ തട്ട് ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ആ തട്ട് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അന്നേരം മനസ്സിലാവുകയുള്ളൂ കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ ആ പാത്രത്തിൻ്റെ ആ ഒരു തിളക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിനകത്ത് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ സ്ക്രബ്ബറും വേണ്ട, സോപ്പും വേണ്ട, ഒന്നും വേണ്ട. ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ അതിനകത്തോട്ടിട്ടുന്നു ഇതുപോലെ ആക്കിയിട്ട് ഈ ഉജാലയും അതേപോലെ തന്നെ പരലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുക്കി കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിനകത്തുള്ള കറയും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. ഇനി ബാക്കി ആ വെള്ളം തന്നെ ഞാൻ വെച്ചിട്ട് വാഷ് ബേസിനും കൂടെ കഴുകുകയാണേ. വാഷ് ബേസിനാണെങ്കിൽ കണ്ടോ നല്ല രീതിയിൽ കറയുണ്ട്, അഴുക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്രഷ് ഇട്ട് വെറുതെ ജസ്റ്റ് ബലമൊന്നും കൊടുക്കണ്ട, ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഒഴിച്ചിട്ട് ആ ടാപ്പ് വെട്ടിത്തിളങ്ങും കേട്ടോ. അന്നേ ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ അത്രയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, ഇപ്പോൾ തന്നെ കഴുകി കാണിക്കുകയാണേ. തേച്ച്
തേക്കുമ്പം തന്നെ പെട്ടെന്ന് അതിൻ്റെ അകത്തുള്ള കറയും അഴുക്കുമെല്ലാം പോകുന്നുണ്ടോ. ആദ്യം കണ്ട ആ ഒരു ഇതാണോ വാഷ് ബേസിനാണോ അതാണ്ട് ഇപ്പോൾ കാണുന്നുണ്ടോ ആ ടാപ്പിൻ്റെയൊക്കെ ആ ഒരു തിളക്കം. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടോ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് തേച്ച് കഴുകാൻ വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുകൊണ്ട് നല്ല വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് കഞ്ഞിവെള്ളം തന്നെ എടുത്തിരിക്കുകയാണേ. ഇനി നമുക്ക് ഇതെന്ന് വെച്ചാൽ കറിവേപ്പില അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ തൈകളുണ്ടല്ലോ അതൊക്കെ മുരടിച്ച് കിടക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നും ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. വിനാഗിരി മാത്രമാണ് ഈ ഒരു കഞ്ഞിവെള്ളം നല്ല കട്ടിക്ക് ഇരിക്കേണ്ടോ. ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണേ. ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ചെറുതായിട്ടൊന്ന് പുളിച്ച കഞ്ഞിവെള്ളമാണ്. അതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചിട്ട് ഇലയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഇല വരും കേട്ടോ. ഈ പഴയ ഇലയൊക്കെ നിൽക്കുന്ന ഇലയൊക്കെ അങ്ങ് പോയിട്ട് നല്ല കിളിയില വരികയും ചെയ്യും. നല്ല ആർത്തുല്ലസിച്ച് കിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. അത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.